നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പല ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കലുണ്ട്. പല ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യും, പല വെറൈറ്റി രീതിയിലും എഡിറ്റ് ചെയ്യും. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു വേറെ ലെവൽ ഫോട്ടോ എഡിറ്റിംഗ് ആണ്. അതിലൊരുപാട് ഫീച്ചറുകളുണ്ട്. ഒരു ഫോട്ടോ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ നമുക്ക് നോക്കാം. അതിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോട്ടോ റൂം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഒരു ഫോട്ടോ കൊണ്ട് ഇതിൽ എന്തെല്ലാം ചെയ്യുക, ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ കുറേ ടെംപ്ലേറ്റുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം അടന്നോട്ടെ. നമുക്കിവിടെ സ്റ്റാർട്ട് ഫ്രം ഫോട്ടോ എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കാം. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ, ഇഷ്ടമുള്ള ഫോട്ടോ ഏതാണോ എഡിറ്റ് ചെയ്യേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഫോട്ടോ സെലക്ട് ചെയ്ത് അത് സ്കാൻ ആവും. സ്കാൻ ചെയ്ത് കഴിയുമ്പോഴേക്ക് തന്നെ കണ്ടോ ആ ഫോട്ടോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് മാറി. ഇത് കണ്ടോ, ഈ ഫോട്ടോ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് മാറി വന്ന്. ഇനി നമുക്ക് ഈ ഫോട്ടോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. ഇൻസേർട്ട് എന്നുള്ളിടത്ത് നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേറൊരു ഫോട്ടോ കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര ഫോട്ടോ വേണമെങ്കിലും ആഡ് ചെയ്യാം. അതൊന്ന് കാണിച്ചു തരണം. വേണ്ടാലോ, ഇത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ടെക്സ്റ്റ്, നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് അതിൻ്റെ ഫോണ്ടൊക്കെ നോക്കിയിട്ട് അടിപൊളി ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇഷ്ടമുള്ള കളറിൽ. റീസൈസ് എന്നുള്ളിടത്ത് ഫോട്ടോൻ്റെ സൈസ് ഒക്കെ നമുക്ക് മാറ്റാം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി കൊടുക്കാം. ഏത് കളറാണോ വേണ്ടത് ആ കളറ് എടുത്തു കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ റീപ്ലേസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഗ്യാലറിയിലുള്ള ഇവിടെ മൈ ഫോട്ടോസ് എന്ന് നമ്മളെ ഗ്യാലറിയിലുള്ള ഇഷ്ടമുള്ള ഒരു ഫോട്ടോ അതിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏത് ഫോട്ടോ ആണോ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വേണ്ടി ആ ഫോട്ടോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഫോട്ടോന്റെ ബാക്ക്ഗ്രൗണ്ട് മാറും. അതിലും നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുത്താം. ഒരുപാട് ബ്ലറാക്കുക, ഫിൽട്ടർ ചെയ്യുക, എഫക്റ്റ് കൊടുക്കുക, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. എല്ലാം കൂടി പറഞ്ഞു തരണമെങ്കിൽ ഒരുപാട് വലിയ വീഡിയോ ആകുകയല്ലേ. അതുപോലെ റീടച്ച്, ഇറേസ്, ആവശ്യമില്ലാത്തൊക്കെ മായ്ക്കാനേ ഒക്കെ ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമുക്കിത് സേവ് ചെയ്യാം. ഇവിടെ സേവ് ബട്ടൺ ഉണ്ട്, സേവ് ചെയ്യാം. പിന്നെയുള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ വാട്ടർമാർക്ക് ഉണ്ടാവും ഇതിന്. ഈ ആപ്ലിക്കേഷൻ്റെ ഒരു വാട്ടർമാർക്ക് ചെറിയൊരു പേരോടെ ഉണ്ടാവും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പ്രീമിയം പൈസ കൊടുത്ത് വാങ്ങണം. അത് വേണ്ട, ചെറിയൊരു പേരല്ലേ, അവിടെ എന്നോട്ടെ നമുക്കിത് ഗാലറി സേവ് ചെയ്യാം. അതുപോലെ കുറേ ഓപ്ഷനുകളുണ്ട് ഇതിൻ്റെ ഹോം പേജിൽ വന്നാൽ. ഓരോന്നും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം മാഗസിൻ കവർ, ഈ മാഗസിൻ കവർ എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് കവർ ഏത് സൈസിലാണോ വേണ്ടത് അത് എടുത്തു കഴിഞ്ഞാൽ ഇത് ഞാൻ എടുക്കുക. അത് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഈ ഫോട്ടോ റീപ്ലേസ് എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോട്ടോ മാറ്റി നമ്മളെ ഒരു ഫോട്ടോ അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഫോട്ടോ തന്നെ ഞാൻ സെലക്ട് ചെയ്യട്ടെ. ആ ഫോട്ടോ സെലക്ട് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇറേസായി ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഏത് ഭാഗത്താണ് വേണ്ടി ആ ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം പോസ്റ്റ് ചെയ്യുന്നൊരു ഫോട്ടോ ഇങ്ങനെ ഒരു കവർ ഫോട്ടോ പോലെ ആക്കി പോസ്റ്റ് ചെയ്യുന്ന നേരം അത് വേറെ ലെവലായിരിക്കും. നിങ്ങൾക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൂടുതൽ കിട്ടും, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും, അടിപൊളിയാവും. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് സേവ് ചെയ്യുക. ഇതിനും ഓപ്ഷൻസ് കുറേ ഉണ്ട്. ഷാഡോ കൊടുക്കുക, ഔട്ട്ലൈൻ കൊടുക്കുക, റിഫ്ലക്ഷൻ ഉണ്ട്, അഡ്ജസ്റ്റ് ഉണ്ട്. ഇത് ഓരോന്നും കാണിച്ചിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് വലിയ വീഡിയോ ആവും. അതുകൊണ്ട് ഓരോന്ന് ആവശ്യമുള്ളത് ചെയ്ത് നോക്കുക. ഇതിൻ്റെ സൈസ് നമുക്ക് മാറ്റുകയും മറക്കുകയൊക്കെ ചെയ്യുക, എഫക്റ്റുകൾ കൊടുക്കുക, ഒരുപാട് സംഭവമുണ്ട്. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഇവിടുന്ന് സേവ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇതിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഏത് ഓപ്ഷനും നിങ്ങൾക്ക് എടുക്കാം. ഏത് ഓപ്ഷനും എടുത്തിട്ട് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള പോലെ എഡിറ്റ് ചെയ്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോൺ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ആൽബത്തിലാക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ തീരുമാനിച്ചോളൂ, നിങ്ങളെ ഇഷ്ടം പോലെ. സംഭവം ഈ ഫോട്ടോ എഡിറ്റർ ഒരു വേറെ ലെവൽ തന്നെയാണെന്ന് പറയാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾക്കിത് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണും. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.